ഇതാര്? സുലോചനയാ? എന്തൊരു അത്ഭുതാന്ന് നോക്കണേ. ഞാൻ ഇച്ചാനോട് രാവിലെ പറഞ്ഞതേ ഉള്ളു സുലോചനനെ ഈ വഴി കണ്ടിട്ട് കൊറേ നാളായല്ലോ എന്ന്. കൊറേ കാലോട് വിചാരിക്കണം ഇങ്ങോട്ട് വരണമെന്ന്. പക്ഷെ സമയം കിട്ടിയിട്ട് വേണ്ടേ? വീട്ടിലെ രണ്ടാണുങ്ങളുള്ളത് രണ്ട് കണക്കാ. ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യൂല. വാ അകത്ത് വന്നിട്ട് സംസാരിക്കാം. വാ വാ. സുലോചനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ചായ വേണോ കാപ്പി വേണോ? ചായയും വേണ്ട കാപ്പിയും വേണ്ട, ഞാൻ രണ്ടും കുടിക്കൂല. ആണോ? എന്നാ പറ, എന്തൊക്കെയാ വിശേഷങ്ങള്? ആലീസ് എന്താ പഠിക്കാൻ പോകുന്നൊന്നും പഠിച്ചു കഴിഞ്ഞിട്ട് ബ്യൂട്ടി പാർലർ തുടങ്ങുന്നു എന്നൊക്കെ പവിത്രം പറഞ്ഞു. എന്റെ പൊന്ന് സുലോചനെ, ഇതുവരെ അങ്ങനത്തെ ആലോചനയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പൊ എന്തെങ്കിലും പഠിക്കാലോ എന്ന് വിചാരിച്ച്. ഇതിപ്പോ ജോലിയാവും, ബോറടി മാറും, നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയും ഇരിക്കും. ഞാനും ഇതൊക്കെ വീട്ടിൽ പറഞ്ഞതാ, പക്ഷെ അച്ഛൻ സമ്മതിക്കുന്നില്ല. ആണോ? എന്റെ ദൈവമേ, ഞാൻ ഇവിടെ ഇച്ചാനോട് ഈ കാര്യം പറഞ്ഞപ്പോ തന്നെ ഇച്ചായ ഭയങ്കര ഹാപ്പിയായി. ഹാപ്പി ആകുമല്ലോ. നിരുപമയുടെ അവിടെ അല്ലേ പഠിക്കാൻ പോകുന്നത്? അതെ. ജോർജ് കുട്ടി ഹാപ്പി ആകും. എന്താ മനസ്സിലായില്ല? നിരുപമ ജോർജ് കുട്ടിയുടെ ഹോസ്പിറ്റലിലെ സ്ഥിരം കസ്റ്റമറാ. അവരുടെ വീട്ടിലെ 3-4 പട്ടികളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിന് എന്നും അസുഖമായിരിക്കും. ഏതെങ്കിലും ഒന്നിനെ കൊണ്ട് എന്നും ജോർജ് കുട്ടിയുടെ ഹോസ്പിറ്റലിൽ നിരുപമ പോവാറുണ്ട്. അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാനൊരു ദിവസേ ഇവർ രണ്ടും കൂടെ നിരുപമയുടെ ബ്യൂട്ടി പാർലറിന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു. വെറുതെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നതാ. ഞാൻ നിരുപമ അറിയാമെന്ന് ജോർജ് കുട്ടിയോട് ചോദിക്കുമ്പോ എപ്പോഴും പട്ടിയുടെ കാര്യമാണ് ജോർജ് കുട്ടി പറയുന്നത്. ടൗണിലെവിടെ? ബസ് സ്റ്റാൻഡിൽ. ബസ് സ്റ്റാൻഡില്ല? ബസ് സ്റ്റാൻഡിന്റെ അടുത്ത്. ബസ് സ്റ്റാൻഡിന്റെ അടുത്തൊക്കെ ഞാൻ പോകുന്നതാണല്ലോ. ഞാനിങ്ങനെ ഒരു സ്ഥാപനത്തെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല, കണ്ടിട്ടുമില്ല. നിരുപമയ്ക്കാണെങ്കിൽ ജോർജ് കുട്ടിയെ പറ്റി ചോദിക്കാനേ നേരുള്ളൂ. എപ്പോഴും ചോദിക്കും ജോർജ് കുട്ടിയെ പറ്റി. പിന്നെ ഒരു ദിവസം നിരുപമയെ ജോർജ് കുട്ടി കാറിൽ നിരുപമയുടെ വീട്ടിൽ കൊണ്ട് ഇറക്കുന്നുണ്ട്. നിരുപമയുടെ വണ്ടിക്ക് എന്തോ പഞ്ചറായെന്നോ മറ്റോ പറഞ്ഞത്. നിരുപമ ആള് മിടിക്കുക. അവിടെ പഠിക്കാൻ പറ്റിയാലേ ആലീസിന് ധൈര്യമായിട്ട് പാർലർ തുടങ്ങാം. പിന്നെ നിരുപമയെ ഡോക്ടർക്ക് അടുത്തറിയാന്നുള്ളതുകൊണ്ടേ ആലീസിന്റെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല. എല്ലാം നിരുപമ നോക്കിക്കോളൂ. ഇച്ചായ വന്നെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. സുലോചന ഇവിടെ നിക്കേ. വേണ്ട, ഞാനും പോവാ. അല്ലെങ്കിൽ കുട്ടേട്ടൻ തിരക്കും. പിന്നെ ആലീസ് പാർലർ തുടങ്ങിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് വരാൻ. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അയ്യോ, ഇതിലിനി എന്ത് ചെയ്യാനാ? ഇപ്പൊ തന്നെ നല്ല സുന്ദരിയല്ലേ? അയ്യോ വാ. അല്ല, ഇതായാലും സുലോചനെ എപ്പോ വന്നു? കൊറേ സമയം. ശരി. ഞാൻ ആലീസോട് സംസാരിച്ചിരിക്കായിരുന്നു. ആലീസോട് സംസാരിച്ചിരുന്ന സമയം പോകുന്ന അറിയുന്നു. ഞാൻ എന്തായാലും ഇറങ്ങുന്നു. കുട്ടേട്ട അവിടെ ചായക്കായിട്ട് കാത്തിരിക്കും. അവനിപ്പോഴും ചായയുടെ അറിയില്ലേ? അയ്യോ, ഞാൻ പഠിക്കാൻ പോണെന്ന് അറിഞ്ഞിട്ട് വന്നതാ സുലോചന. ആണോ? സുലോചനയ്ക്ക് ഒരു ജോലിക്ക് പോണെന്നൊക്കെ ആഗ്രഹം കൊണ്ട് ഇച്ചായ. പക്ഷെ ആ ലംബോദര മാഷ് സമ്മതിക്കത്തില്ല. അത് കഷ്ടമായി പോയി. ഞാൻ സുലോചനയോട് പറയായിരുന്നു, എന്റെ ഇച്ചായൻ അങ്ങനെയൊന്നും അല്ല, എന്റെ ഇഷ്ടം എന്താണോ അതൊക്കെ സാധിച്ചു തരുമെന്ന്. അല്ലേ? ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞുടൻ ഞാൻ ആലീസിന് വേണ്ടി ഒരു ബ്യൂട്ടി പാർലർ ഇട്ട് കൊടുക്കും. ഇന്നത്തെ കാലത്ത് സ്ത്രീകളുണ്ടല്ലോ, സ്വന്തം കാലിൽ നിൽക്കണം, സെൽഫ് റിലയന്റ് ആവണം. ഞാൻ നിരുപമയുടെ പാർലറിലാ പഠിക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോ സുലോചനയ്ക്ക് അതിലേറെ സന്തോഷം. സുലോചന പറയണത് ബ്യൂട്ടീഷ്യൻ പഠിക്കണമെങ്കിൽ നിരുപമയുടെ പാർലർ കഴിഞ്ഞിട്ടേ വേറെ ഉള്ളൂന്ന്. അതെന്തായാലും നന്നായില്ലേ? അത് വളരെ നന്നായി. സുലോചന ഇന്ന് ഇവിടെ വന്നത് അതിലേറെ നന്നായി. ഞാൻ ഇച്ചാനൊരു ചായ എടുക്കട്ടെ? ചായ എടുക്കുമോളെ. സുലോചന കുടിച്ചതാ. കുടിച്ചു. ശരി, ചായ എടുക്കട്ടെ. അതെ ജോർജ് കുട്ടി, ആലീസിനൊരു തൊഴിൽ പഠിപ്പിക്കുന്നതൊക്കെ നല്ലതാ. വീട്ടിലിരുന്ന ബോറടിയും മാറും, സ്വഭാവത്തിൽ കുറച്ച് മാറ്റവും ഉണ്ടാവും, ഉത്തരവാദിത്വ ബോധവും ഉണ്ടാവും. അതായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷേ നിരുപമയെ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. ആൾ അത്ര ശരിയല്ല, കുറച്ച് ഇളക്കമുള്ള ആളാ. ഞാൻ പറയാതെ തന്നെ ഡോക്ടർക്ക് അറിയാലോ. ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നു എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. അവളെ തന്നെ പറഞ്ഞു. ഡോക്ടറെ കുറിച്ച് പറയുമ്പോ അവൾക്ക് 100 നാവാ. ഡോക്ടറുടെ ചരിത്രമൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചറിയും. ഒരു ദിവസം ഡോക്ടറുടെ കാറിൽ നിരുപമയെ വീട്ടിൽ കൊണ്ടാക്കിയല്ലേ? അത് നിരുപമയുടെ സ്കൂട്ടറിന്റെ ടയർ പഞ്ചറായത്. ഞാൻ കണ്ടിരുന്നു. ഞാൻ അപ്പുറത്തെ ലേഡീസ് സ്റ്റോറിൽ ഉണ്ടായിരുന്നു. അവളുടെ സ്കൂട്ടർ ഇടയ്ക്കിടയ്ക്ക് പഞ്ചറാവാറുണ്ടല്ലേ?
അറിയില്ല, പഞ്ചറാവുമായിരിക്കും. ഇപ്പോ എന്നോട് പറഞ്ഞ ഈ കാര്യങ്ങള് ആലീസിനോടും പറഞ്ഞായിരുന്നോ? പറഞ്ഞു, എല്ലാ കാര്യവും പറഞ്ഞു. വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞോ? എല്ലാ കാര്യവും പറഞ്ഞു. അവളല്ലേ അവിടെ പഠിക്കാൻ പോകുന്ന, അപ്പൊ എല്ലാ കാര്യങ്ങളും അവൾ അറിഞ്ഞിരിക്കട്ടെ. വേണം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം കേട്ടോ. തീർച്ചയായിട്ടും വരാം. ഉപേക്ഷ വിചാരിക്കരുത്. ഇല്ല ഇല്ല, ഇറങ്ങട്ടെ എന്നാ. എന്നാ പിന്നെ. ഓ ഹാർഷല്ല, ദേഷ്യമില്ല, മയമുണ്ട്. വരുന്നില്ലേ? വരുന്നു. അയ്യോ, ചെയർ ഇവിടെ ഇട്ടിരിക്കുന്ന ഇരിക്കാൻ. ആർക്ക്? ഇച്ചായന്. ഇരിക്കുന്ന സുഖല്ലേ ഇച്ചായ? കുഴപ്പമില്ല. ഇച്ചായ, ഈ നിരുപമേന്നുള്ള പേര് ഇച്ചാൻ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കും അല്ലേ? അവക്കേ എത്ര പട്ടിയാന്നാ പറഞ്ഞത്? 1 2 3 4 പട്ടിയല്ലേ? ഓ, 4 പട്ടിയൊക്കെ ഉള്ളപ്പം എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ അസുഖമായിട്ടൊക്കെ ഹോസ്പിറ്റലിൽ വരുമല്ലേ ഇച്ചായ? അപ്പൊ എപ്പോഴും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങും അവള്. അങ്ങനെ വന്നൊരു ദിവസമായിരിക്കും അല്ലേ ഇച്ചായൻ അവളെ വീട്ടിൽ കൊണ്ടാക്കിയത്? ഞാനൊരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് എൻ്റെ കാറ് കണ്ട് നിരുപമ കൈ കാണിച്ചു. ഞാൻ എന്താണ് കാരണമെന്നറിയാൻ വേണ്ടി ഞാൻ എൻ്റെ കാറ് നിർത്തിയപ്പോൾ നിരുപമ പറഞ്ഞു നിരുപമയുടെ സ്കൂട്ടറിന്റെ ടയർ പഞ്ചറായി എന്ന്. പഞ്ചറായത് കാരണം അവരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഡ്രോപ്പ് ചെയ്യാൻ ഒരാൾ ആവശ്യപ്പെട്ടിട്ട് ഡ്രോപ്പ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് മര്യാദകേടല്ലേ എന്ന് കരുതി ഞാൻ പറഞ്ഞു സാരമില്ല, കയറിക്കോളൂ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു വീട്ടിലേക്കാണ് പോകേണ്ടത്, വീട്ടിലാണ് ഡ്രോപ്പ് ചെയ്യേണ്ടതെന്ന്. ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഞാൻ എൻ്റെ വഴിക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. നല്ല കാര്യം. ഈ നിരുപമയ്ക്കുണ്ടല്ലോ ഇച്ചായനെ പറ്റി പറയുമ്പോഴേ 100 നാവാണെന്ന് അറിഞ്ഞത്. അതെനിക്കറിയില്ല. എനിക്കറിയില്ല. മതി, നിർത്തിക്കോ. ഇങ്ങോട്ട് നോക്ക്. ഇത്രയും അറിയാവുന്ന ഒരാളെ പറ്റിയിട്ടാണ് ഇച്ചായ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞത്. എന്തിനാ അങ്ങനെ കള്ളത്തരം പറഞ്ഞത്? പറ, എന്തിനാ കള്ളത്തരം പറഞ്ഞത്? കള്ളത്തരവാ? ഞാൻ സമ്മതിക്കുന്നു. പലപ്പോഴും ഈ ആണുങ്ങൾ കള്ളം പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാവോ? സ്ത്രീകൾ സംശയിക്കുന്ന കാരണം. സ്ത്രീകൾ സംശയിക്കാതിരുന്നാൽ ആണുങ്ങൾ കള്ളം പറയില്ല. ഉറപ്പാണോ? ഉറപ്പാ. ഇനിയിപ്പോ കള്ളത്തരം പറയൂ? നീ എന്നെ സംശയിക്കും? ഇല്ല. എന്നാ കള്ളത്തരം പറയില്ല. ഉറപ്പാണല്ലോ? ഉറപ്പാ. എന്തായാലും നിരുപമയുടെ അടുത്ത് പഠിക്കാൻ പോകണമെന്നുള്ള ആഗ്രഹം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. നന്നായി. ഇനി ഞാൻ എങ്ങാനും അവിടെ പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവള് നേരെ ആ പരിചയം വെച്ചോണ്ട് വീടിനകത്തോട്ട് കയറി വരും. അതെന്തായാലും വേണ്ട. അത് ഇച്ചായനും എനിക്കും ഒരു ബാധ്യതയായിരിക്കും. ഞാൻ വെറുതെ ഇവിടെ തന്നെ ഇരുന്നോളാം. വെറുതെ ഇവിടെ ഇരുന്നാലല്ലേ എനിക്ക് ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് ഇച്ചായൻ്റെ അടുത്ത് വഴക്കടിക്കാൻ പറ്റത്തുള്ളൂ. പേടിച്ചു പോയല്ലേ? I love you. അയ്യടാ.